ഫസ്റ്റത്തെ എന്താ പറയുക ഐഡിയാസ് കോണ്ടന്റ് ഐഡിയ Zara. Hello, assalamu alaikum. Welcome back to my YouTube channel. And Fatima, I hope all of you doing good. കുറേ നാളായി നമ്മൾ കണ്ടിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ് പറയാം. ഇത് ഞാൻ പറയാറുണ്ട്, നമ്മൾ എന്താ അത്യാവശ്യം നല്ല ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. പിന്നെ ഇടയ്ക്ക് എനിക്ക് നല്ല മടിയായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കും. ഡെയിലി അല്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടല്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആൻഡ് ഓൾസോ ട്രൈ ഓൺ വീഡിയോസും ഉണ്ടാവും. ട്രൈ ഓൺ വീഡിയോസ് ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഇതിന് മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതിനൊന്നും ട്രൈ ഓൺ വീഡിയോസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസ് കൂടെ ഇതിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിന്ത്ര ഹോളാണ്. മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്നുള്ള കുറച്ച് കുർത്ത സെറ്റ്സിൻ്റെ ഹോൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്കൊന്നും എല്ലാം തന്നെ നല്ല പ്രൊഡക്ട്സ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് പിക്ചറിൽ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ താഴെയുള്ള റിവ്യൂസൊക്കെ നോക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഫാസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് വീഡിയോൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നാളായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഓൺ വോയിസ് പോലെ ഇങ്ങനെ ഡയറക്റ്റ് സംസാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെയോ നോക്കി സംസാരിക്കുന്ന പോലെയാണ്. സോ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ എൻ്റെ ക്യാമറ ഇവിടെയാണുള്ളത്. ഞാൻ നോക്കുന്നത് എന്നെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൻ്റെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ എൻ്റെ മുൻപത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എനിക്ക് ബേൺഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡ് എന്ത് ഇഷ്ടമാണുള്ളത്. എനിക്ക് ഓറഞ്ച് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്നൊരു ബേൺഡ് ഓറഞ്ച് ഡ്രസ്സാണ്. നമുക്ക് ഫസ്റ്റ് ഇത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കുർത്ത സെറ്റാണ്, 2 പീസാണ്. സോളിഡ് ഷെയ്ഡാണ് വരുന്നത്. വേറെ പാറ്റേൺസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് സോളിഡ് ഷെയ്ഡിൽ വരുന്നുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇത് ഒരു ക്രഷ്ഡ് ക്രേപ്പ് ടൈപ്പിൽ ആ ഒരു മെറ്റീരിയൽ വരുന്നുള്ള ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വി നെക്ക് പാറ്റേൺ ആണ്. നെക്കിന് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലീസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് നമുക്ക് ഫുൾ സ്ലീവ്സ് ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള സ്ലീവ്സ് ആണ്. ഇങ്ങനെ ഒരു എ കട്ട് പോലെ വന്നിട്ടുള്ള ഒരു ബെൽസ് പോലെ വന്നിട്ടുള്ള ഒരു സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. എൻഡിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓർഗൻസ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കയ്യിൽ വരുമ്പം അങ്ങനെ ഇട്ടിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഫുള്ളായിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ ഓർഗൻസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കൈ അതിലിങ്ങനെ സീത്രൂ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി. ഈ ഒരു ഡീറ്റെയിലിംഗ് എനിക്ക് നല്ല ഇഷ്ടമായി. സെയിം ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് ബോട്ടത്തിൻ്റെ എൻഡിലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ 1299 ആണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഇത് 999 സെയിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ റേറ്റിന് നല്ല വേർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തോ. 4XL വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് സൈസുള്ള ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സൈസ് എടുത്തിട്ടുള്ളത് XL ആയിരിക്കണം, സോറി ലാർജ് ആണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. ലാർജ് എനിക്ക് അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലൂസിലുണ്ട് ലാർജ് തന്നെ. നോർമലി ഞാനിങ്ങനെ സ്ലിറ്റഡ് വരുന്നുള്ള കുർത്താസൊക്കെ XL ഒരു സൈസ് കൂട്ടി എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ലാർജ് തന്നെയാണ് എടുത്തത്. എനിക്ക് ലാർജ് തന്നെ നല്ല അത്യാവശ്യം ലൂസ് ഫിറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് തന്നെ ചൂസ് ചെയ്യുക. ആൻഡ് 4XL വരെ ഉണ്ട്. 999 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഞാൻ വാങ്ങിയത് 1299 ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. വേറെയും 3 കളേഴ്സിൽ, അതായത് ഇത് കൂടി കൂട്ടിയിട്ട് 3 കളേഴ്സാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 കളർ ചേഞ്ചസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്തൊക്കെ. എനിക്കൊന്ന് 3 കളർ ചേഞ്ചസിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കളർ ഇതാണ്. ഈ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത്. സെയിം തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. സെയിം മെറ്റീരിയലിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. എലാസ്റ്റിക്കേറ്റഡ് ആണ് വേസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിൾ ആണ്. ആൻഡ് പലാസോ ബോട്ടം ആണ്. ബോട്ടത്തിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബോട്ടം ഭയങ്കര കയറിയിട്ടൊന്നുമല്ല കേട്ടോ. ലൈക്ക് നോർമൽ ആയിട്ടുള്ള നമുക്ക് നോർമൽ ലെങ്ത്തിൽ ആംഗിളിൻ്റെ താഴേക്ക് തന്നെ ലെങ്ത്ത് വരുന്നുള്ള ബോട്ടമാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടാവും. ഈ പാൻറ്റ് നല്ല കയറിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഓർഗൻസ് വരുമ്പം നമ്മൾ കാല് കുറച്ചുകൂടെ കാണും, പുറത്തേക്ക് കാണും. അപ്പോൾ അങ്ങനെ കാണില്ല. ഇത് അത്യാവശ്യം നമ്മൾ ആ ഒരു ആംഗിൾ ആ ഒരു സംഭവം മാത്രമേ കാണുള്ളൂ. ഞാൻ എന്തായിട്ടും ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. 1299 ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 999 ആണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്.
4XL വരെ സൈസ് അവൈലബിൾ ആണ് ആൻഡ് വേറെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു കോഡ് സെറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു കുർത്ത സെറ്റ് ടൈപ്പിൽ വരുന്നുള്ള ഒരു സെറ്റാണ്. 2 പീസ് ആണ് വന്നിട്ടുള്ളത്. ദുപ്പട്ട വന്നിട്ടില്ല. സോ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. വൈറ്റ് ആൻഡ് നേവി ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ടൈപ്പിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കുർത്ത സെറ്റാണ്. നമുക്ക് ഇങ്ങനെ ലൂസ് ഫിറ്റിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്ത സെറ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ സെറ്റാണ്. അപ്പോൾ ഇതിന്റെ സൈസിനകത്തുള്ളത് മീഡിയം ആണ്. കാരണം ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് അല്ല, ഒരു പാറ്റേൺ തന്നെ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. മെറൂൺ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇത് നോക്കുമ്പോൾ ഇതിന്റെ ലിങ്ക് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ കാണാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നാൾ മുൻപ് ആ മെറൂൺ ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലൂസ് ഫിറ്റിൽ ഇടണം എന്നുള്ളത് കൊണ്ട് ഞാനത് XXL ആണ് സൈസ് വാങ്ങിയിട്ടുണ്ടായത്. അത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത്രയുണ്ട് കേട്ടോ, അത്രയും വലുപ്പമുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓൾറെഡി ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്നുള്ള കുർത്ത സെറ്റാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ വലിയ സൈസ് എടുത്തിട്ട് XXL ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. നല്ല വലിപ്പമുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ഇവിടെ തന്നെ വെച്ച് പിന്നെ ഞാൻ അങ്ങനെ ട്രാവലിംഗ് ആയി, അങ്ങനെ വേറെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു തിരക്കിൽ എനിക്ക് ആ സംഭവം റിട്ടേൺ ചെയ്യാനും മറന്നുപോയി. അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ എന്തിട്ടും ഇത് മീഡിയം വാങ്ങിയതാണ്. അപ്പോൾ മീഡിയം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിഡ്ത്തിലാണ് മീഡിയം വന്നിട്ടുള്ളത്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മീഡിയം തന്നെ നല്ല ലൂസ് ഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോർമലി ലാർജ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ബസ് 38 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മീഡിയം ചൂസ് ചെയ്താൽ മതി. മീഡിയം നല്ല ലൂസിലുണ്ടാവും. സോ ഇതാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കിട്ടാൻ. ഓൾസോ നല്ല കംഫർട്ടബിൾ ആണ്. മിന്ത്രാൻ്റെ കുർത്ത സെറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വേർത്ത് ആണ്. നമ്മൾ വാങ്ങിച്ചാൽ എന്തുകൊണ്ടും എക്സ്ട്രാ വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മിന്ത്രാൻ്റെ കുർത്ത സെറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എനിക്ക് വേറെ ഏത് സൈറ്റ്സിനേക്കാളും മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുള്ള പ്രൊഡക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളക്ഷൻസും കുറേ കൂടുതലുണ്ട്. നമ്മൾ ബാക്കി സൈറ്റ്സിൽ കാണാത്ത ടൈപ്പ് ഓഫ് കുറേ കളക്ഷൻസ് നമുക്ക് മിന്ത്രയിൽ കിട്ടും. അതുപോലെ തന്നെ റേറ്റ് നമ്മൾ ഇപ്പോൾ 1000-1200 നമ്മൾ കൊടുക്കുകയാണെങ്കിലും നമുക്ക് അതിന് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കിട്ടുക. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ മിന്ത്ര പ്രൊഡക്ട്സ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി മിന്ത്ര പ്രൊഡക്ട്സ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. നമ്മളിപ്പോൾ മീഷോ പ്രൊഡക്ട്സ് ആയാലും നമുക്ക് അതിൽ 700-800 കിട്ടുമായിരിക്കും. പക്ഷെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മിന്ത്രയാണ് കുറച്ചുകൂടെ ക്വാളിറ്റി ആൻഡ് ആ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മിന്ത്രയാണ് കുറച്ചുകൂടെ അല്ല നല്ല ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് എന്താ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത്. ഫീഡിങ് ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ യെസ്, ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഈ 3 ബട്ടൺസ് എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്, അല്ലെങ്കിൽ കോഡ് സെറ്റാണ്. സ്ലീവ്സ് അത്യാവശ്യം ഫുൾ സ്ലീവ്സ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഷർട്ട് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ എന്താ പറയുക, ഷോൾഡർ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഇപ്പം ഈ ഷർട്ടിൻ്റെ ഷോൾഡർ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ഓഫ് ഷോൾഡർ, ലൈക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഷോൾഡർ ആയിട്ടാണ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത പോലെ ആയിട്ടുള്ള അങ്ങനത്തെ ഷോൾഡേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ലൂസ് ഫിറ്റിൽ ഉണ്ടാവില്ല, ഇപ്പം ഉണ്ടാവും ഇങ്ങനെ ലൂസ് ഫിറ്റിൽ ഉണ്ടാവും. സോ ഇതാണ് പ്രൊഡക്റ്റ്. ഇത് അത്യാവശ്യം നല്ല ടോപ്പിന് നല്ല ലെങ്ത് വരുന്നുണ്ട്. സ്ലിറ്റഡ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ എൻഡ് നമുക്ക് ഇങ്ങനെ കോർണേഴ്സ് പോലെ അല്ല വന്നിട്ടുള്ളത്, ഇങ്ങനെ കേർവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് നല്ല രസമുള്ള ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് ഓൾസോ ഇതിന്റെ ബാക്കിൽ നമുക്കുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ നമുക്കിങ്ങനെ ഒരു ലൈൻസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ലൈക്ക് നമുക്ക് ഒന്നുമില്ലാതെ ഇങ്ങനെ പ്ലെയിൻ വരുന്നതിനേക്കാളും ഇങ്ങനെ അവിടെ ഒരു നമുക്ക് ഈ ബാക്ക് പോർഷനിൽ ഇവിടെ നമുക്കൊരു ലൈൻസ് വരുമ്പോഴേ കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ഫിറ്റിംഗ് പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഓൾസോ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം സെയിം ബോട്ടം ഞാൻ അത്യാവശ്യം നല്ല വിഡ്ത്തിൽ വരുന്നുള്ളൊരു ബോട്ടമാണ് വന്നിട്ടുള്ളത്. നല്ല വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ബോട്ടത്തിന് നമുക്ക് പോക്കറ്റ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. സെമി എലാസ്റ്റിക് ആണ്. ബാക്കിൽ എലാസ്റ്റിക് ഉണ്ട്, ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ല. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടാണ്. സെമി എലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ ബെൽറ്റ് പോലെയും ബാക്കിൽ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഓൾസോ സെയിം ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അത്യാവശ്യം നല്ല വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോട്ടാണ്. ആൻഡ് ഓൾസോ നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് അതിൽ കൊടുക്കാം. 1199 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഒരു മെറൂൺ ഷെയ്ഡ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് സൈസിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ സൈസിനേക്കാളും ഒരു സൈസ് കുറച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. എന്നാലേ നിങ്ങൾക്ക് നല്ല ലൂസ് ഫിറ്റിൽ ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് സൈസ് എടുത്താൽ നിങ്ങൾക്ക് ഓവർ വലിപ്പമായിട്ടുണ്ടാവും. അപ്പോൾ വലിയ കാണാൻ രസം ഉണ്ടാവില്ല. മീഡിയം ഒരു സൈസ് കുറച്ചെടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഫിറ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക.
അപ്പം അത്രയേ ഉള്ളൂ. ആൻഡ് ഓൾസോ നമ്മൾ ഈ എന്താ ഹോൾ വീഡിയോ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. അതായത് ഇപ്പം വ്ളോഗ്സും വേണ്ട, കാരണം വ്ളോഗ്സ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് എവിടെയെങ്കിലും പോയാലും ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ലൈക്ക് എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടമില്ല. പിന്നെ എനിക്ക് മറന്നു പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ്സ് അല്ല, ഹോൾ വീഡിയോസ് അല്ലാതെ വേറെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഷോപ്പിംഗ് ഉണ്ടാവുമല്ലോ, ലൈക്ക് 2000 rupees ചാലഞ്ച്, 1500 rupees ചാലഞ്ച്, ഇങ്ങനെ ഓരോ സൈറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു 2000 rupeesന് ഫുൾ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും ചാലഞ്ചസ്, അല്ലെങ്കിൽ അതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള വ്ളോഗ്സും ഹോൾ വീഡിയോസ് അല്ലാതെ വേറെ എന്തെങ്കിലും വീഡിയോസിൻ്റെ കണ്ടന്റ് നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്ന് ട്രൈ ചെയ്യാം. എനിക്ക് തന്നെ ഹോൾ വീഡിയോസ് തന്നെ ചെയ്തിട്ട് നല്ല ബോറടിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതും എനിക്ക് പിക്ചറിൽ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ട് പർച്ചേസ് ചെയ്തൊരു സാധനമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അയ്യോ, അപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലാതായിരിക്കും കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ലൈറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ ഉണ്ടായ വീഡിയോസിനേക്കാളും കുറച്ചുകൂടെ നല്ല ലൈറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി ഞാൻ പുതിയ റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെതായിരിക്കും. ഒന്നുമില്ല, അതിൻ്റെ തന്നെ ആയിരിക്കും. കാരണം നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഫുള്ളിങ്ങനെ ഇരുട്ടടിച്ചിട്ടാണ് ഉണ്ടാവുക. നല്ല ഇടിയും മിന്നൊക്കെയുള്ള അങ്ങനത്തെ മഴയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഏരിയയിൽ മഴയുണ്ടോയെന്ന് പറയാം. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. നല്ല ഫുൾ ഇങ്ങനെ ഭയങ്കര രാത്രി പോലെ ഉണ്ടായിട്ട് അത്ര ഇരുട്ടടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് അത്യാവശ്യം കുറച്ച് ചെറിയൊരു വെളിച്ചം കണ്ടപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അത്യാവശ്യം വെളിച്ചമുണ്ട്. അപ്പോൾ ഇങ്ങനെ റെയിനി സീസണൊക്കെ ആകുമ്പോഴേ നമ്മൾ മുൻപത്തെ പണ്ട് നമ്മളൊരു 3-4 കൊല്ലം മുമ്പുള്ള ആ ഒരു റെയിനി സീസണിൻ്റെ മെമ്മറീസൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് എൻ്റെ മെമ്മറിയിൽ അങ്ങനെ വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ ഒരു ടൈം ഈ മെയിലാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത്. സാറാൻ്റെ ബർത്ത്ഡേ May 20-ക്കാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മഴ ഇടിയൊക്കെ വരുമ്പോൾ എനിക്ക് ആ സാറാൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുന്നതും ബെഡ് റെസ്റ്റ് ചെയ്തതും സാറ അങ്ങനെ കുഞ്ഞു ബേബി ഉണ്ടായതൊക്കെയാണ് എൻ്റെ മെമ്മറിയിൽ. എനിക്ക് ഈ മഴയൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു സാറ ബേബി ഉണ്ടായതൊക്കെയാണ് എൻ്റെ മെമ്മറിയിൽ എനിക്ക് ഈ ഒരു മഴ സീസൺ ആകുമ്പോഴേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്കതാണ് വരുന്നത്. പിന്നെ വേറെ വിശേഷം എന്താ വെച്ചാൽ, ഞാൻ സാറക്ക് അഡ്മിഷൻ എടുത്ത സ്കൂളിൽ മോണ്ടിസറി 1-ലേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സാറിന് സ്കൂളിൽ അയക്കുന്നതിൻ്റെ ഒരു ടെൻഷനും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അറിയില്ല എപ്പോഴാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. നോക്കി ഇങ്ങനെ ഇരിക്കാം. പക്ഷെ കുറച്ച് ടൈമേ ഉള്ളൂ, 9 to 1 അത്ര ടൈം മാത്രമേ ഉള്ളൂ. എന്നാലും ആദ്യമായിട്ട് നമ്മളൊന്നും ഇല്ലാതെ നമ്മൾ ആരും അറിയാത്ത ആൾക്കാരുള്ള ഒരു സ്ഥലത്തേക്ക് അത്രയും സമയം പോകുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ആദ്യമായിട്ട് സ്കൂളിൽ അയക്കുന്ന മദേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതുമായിട്ട് ഡീൽ ചെയ്യുന്നതെന്നൊന്ന് പറയാം. അതുപോലെ തന്നെ ഓൾറെഡി ലാസ്റ്റ് ഇയർ അയച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യും. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. കാരണം എനിക്ക് നല്ല ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എനിക്ക് സ്കൂളിൽ പോകുന്നത്, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്, ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്നാലും അവിടെ ആരും ഇല്ലല്ലോ, അവർക്ക് വാഷ്റൂം പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ, വെള്ളം വേണമെങ്കിൽ, അങ്ങനെ അവളെ നീഡ്സിന് ആരും ഇല്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. ഞാനില്ലല്ലോ, അപ്പോൾ ഞാനാണല്ലോ എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനില്ലല്ലോ അവിടെ, ഞാനില്ലെങ്കിൽ അവൾ എല്ലാവരോടും പറയുമോ, അങ്ങനത്തെ ആ ഒരു ടെൻഷനുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പം 3 വയസ്സായിട്ടോ, 3 വയസ്സാണ്. അപ്പോൾ മോണ്ടിസറി 1-ൽ 3 to 4 years തന്നെയാണ് തോന്നുന്നു ടൈം, ചേർക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ചേർത്തിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ന്യൂ പാരൻസ്, അപ്പം എനിക്കിങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഉണ്ടല്ലോ, ഡിയർ പാരൻ്റ് എന്ന് വരുമ്പോൾ ഐ വാസ് ലൈക്ക് പാരൻ്റോ, ഞാൻ ഭയങ്കര ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആയ പോലെ ഉണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും. ലെറ്റ്സ് റിലേറ്റ്. ഹോൾ വീഡിയോ ഒന്ന് മാറി വേറെ എവിടേക്കോ എത്തുന്നുണ്ട്. സോ നമുക്ക് ഹോൾ വീഡിയോയിലേക്ക് വരാം. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റ് ആട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. നല്ല പ്യുവർ കോട്ടൺ ഉണ്ടാവില്ല, അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ആൻഡ് ഒരു ഡാർക്ക് പിങ്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അനാർക്കലി ടൈപ്പിലാണ് വന്നിട്ടുള്ളത്, സ്ലിറ്റഡ് അല്ല. അനാർക്കലി ടൈപ്പിൽ ഫുൾ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഡിഫറൻസ് പോലെ ഇങ്ങനെ ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഉള്ളിലായിട്ട് ഇവിടെ ഇങ്ങനെ
കട്ട് വരുന്നത്. ആൻഡ് സ്ലീവ്സ് ഫുൾ സ്ലീവ്സിന്റെ എൻഡിൽ അതുപോലെ തന്നെയാണ് കട്ട് വരുന്നത്. എനിക്കത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും തോന്നുന്നു. നല്ല കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. എനിക്കറിയില്ല ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഒരു പാരലൽ ബോട്ടമാണ് വന്നിട്ടുള്ളത്. ബോട്ടം ഓൾസോ നല്ല വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ബോട്ടത്തിന് അത്യാവശ്യം നല്ല വിഡ്ത്ത് ഉണ്ട്. ആൻഡ് ഒരു സെമി പാലാസോ ടൈപ്പിൽ വരുന്നുള്ള ഒരു ബോട്ടമാണ്. ഈ ബോട്ടത്തിന്റെ എൻഡിൽ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. സെമി എലാസ്റ്റിക് ആണ്. ബാക്കിൽ എലാസ്റ്റിക്, ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. രണ്ടും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റേറ്റ് എത്രയാണ് നോക്കാൻ ഞാൻ മറന്നു വിട്ടു കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ റേറ്റ് എന്തായാലും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. എനിക്കൊന്ന് 1200 അങ്ങനെ റേഞ്ച് തന്നെ ആയിരിക്കണം. കാരണം ഞാൻ ആ റേഞ്ചിലുള്ള മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. ആ റേറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് ഞാൻ ഇതുവരെ കാണിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം എനിക്കിപ്പം കോട്ടൺ സെറ്റ്സ് ഉണ്ടല്ലോ, കോട്ടൺ 2 പീസ് സെറ്റ്, കോട്ടൺ 3 പീസ് സെറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതിനെക്കൊണ്ട് ഇങ്ങനെ അനാർക്കലി ടൈപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ കാണിച്ചതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം, ലിങ്ക് കൊടുക്കാം. അപ്പോൾ സൈസും കാര്യങ്ങളും റേറ്റ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ സ്ക്രീനിൽ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് പ്രൊഡക്റ്റ്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3 പീസ് സെറ്റാണ്. നമുക്ക് വേറെയും രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു 3 പീസ് സെറ്റാണ്. അതായത് നമുക്ക് സോളിഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാമല്ലോ, വേറെയും ദുപ്പട്ടൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റും. അപ്പോൾ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീനെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സ് 3/4 ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഗോൾഡൻ ഫോയിൽ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഇതൊരു എ ലൈൻ ടൈപ്പിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയറിൽ വരുന്നുള്ള ഒരു കുർത്ത സെറ്റാണ്. ഞാൻ എന്തായിട്ടും ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം. സോ ഇതാണ് പ്രൊഡക്റ്റ്. ജസ്റ്റ് സോളിഡ് ആണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സ്ലീവ്സിന്റെ എൻഡിലുള്ള ഒരു ഗോൾഡൻ ഫോയിൽ ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗോൾഡൻ ദുപ്പട്ടൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാസിന്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ബോട്ടം ഓൾസോ സെയിം ആ ഒരു സോളിഡ് ടൈപ്പിൽ സെയിം മെറ്റീരിയൽ, റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. എലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിട്ടുള്ളത്. ഒരു സൈഡിൽ പോക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് സെമി പാലാസോ ടൈപ്പിൽ വരുന്നുള്ള ടൈപ്പ് ഓഫ് ഒരു പാരലൽ പാൻസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇത് രണ്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത്. രണ്ടും റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതെന്താ മെറ്റീരിയൽ എന്ന് എനിക്ക് കറക്റ്റ് പറയാനറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ആ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ടൈപ്പ് ഓഫ് ഒരു ചന്തേരി മെറ്റീരിയൽ ഉണ്ടാവില്ല, ആ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടക്ക്. നല്ല വിടുത്തിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ആൻഡ് ഓൾസോ നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ആൻഡ് ദുപ്പട്ടക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ പ്രിൻസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കൊന്നു ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. കാരണം സോളിഡ് ആയിട്ട് വരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ കുട പോലെ നിൽക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കുട പോലെ നിൽക്കുന്ന ഒരു ദുപ്പട്ടയാണ്. നമുക്ക് അത്യാവശ്യം എത്നിക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ ഫംഗ്ഷൻസിനൊക്കെ എത്നിക് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സൽവാർ സെറ്റാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതും അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വേറെ കളേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഫൈനൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇല്ല, ഫൈനൽ പ്രൊഡക്റ്റ്, അയ്യോ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടണം. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് നോക്കാം. ഫൈനൽ പ്രൊഡക്റ്റും ഞാനിങ്ങനെ ആശിച്ച് മോഹിച്ച് കൊതിച്ച് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കോട്ടൺ സൽവാർ സെറ്റ് ആണ്. 3 പീസ് ആണ് വന്നിട്ടുള്ളത്. അനാർക്കലി ടൈപ്പിൽ വരുന്നതാണ്. ആൻഡ് മൈ ഫേവറേറ്റ് ഷെയ്ഡ് കോമ്പിനേഷനിലാണ് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു കോട്ടൺ സെറ്റ്സ് ഒക്കെ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് അത് എത്ര ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വീണ്ടും വാങ്ങിച്ചു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഇൻഡിഗോ പാറ്റേൺ. ഇൻഡിഗോ ഒരു ഷെയ്ഡിൽ വരുന്നുള്ള ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തന്നെ ഇതിൻ്റെ ഓൾറെഡി 2 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് 3ാമത്തതാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിട്ടോ. മിന്ത്രയിൽ ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായ ഒരു കുർത്ത സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നെക്ക് ഇങ്ങനെ വി പോലെ വന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു കവറേജ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ എലാസ്റ്റിക് അല്ല, ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. വി നെക്കിൻ്റെ പാറ്റേണിൽ നമുക്ക് എലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് നല്ല ഫ്ലെയർ പറഞ്ഞാൽ നല്ല ഫ്ലെയർ ഉണ്ട്. എൻഡിൽ നമുക്ക് ഇതുപോലെ എലാസ്റ്റിക് അല്ല, ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ കുർത്ത സെറ്റ്സ് ഇല്ലെങ്കിൽ, കോട്ടൺ കുർത്ത സെറ്റ്സ് ഇല്ലെങ്കിൽ
പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ. നല്ല ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. എനിക്കൊന്ന് നല്ല വേർത്ത് ആയിട്ടുള്ള റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഓൾസോ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മിന്ത്ര പ്രൊഡക്ട്സിൻ്റെ വേറെ എനിക്കിഷ്ടമുള്ള സംഭവം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും പ്രൊഡക്ട്സിന്. സോ ഇതാണ് നമ്മുടെ കുർത്ത സെറ്റ്, ടോപ്പ് എന്ന് പറയുന്നത്. ബോട്ടം വന്നിട്ട് നമുക്ക് സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ഒരു ബോട്ടാണ്. എലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല വിടുത്തുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല വിടുത്തിൽ വന്നിട്ടുള്ള ഒരു പാരലൽ പാൻസ് ആണ് വന്നിട്ടുള്ളത്. സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയൽ, സെയിം പാറ്റേൺ, ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട്, അയ്യോ അതൊക്കെ നട്ട് സംസാരിച്ചിട്ട് ഓക്കെ. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നമുക്ക് നല്ലൊരു മൾ കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. സെയിം ഷെയ്ഡ് കളർ പാറ്റേൺ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല മൾ കോട്ടൺ ആണ് കേട്ടോ. നല്ല ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ ഉണ്ടാവില്ല, അങ്ങനത്തെ കോട്ടൺ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും പർച്ചേസ് ചെയ്യുക. എന്തായിട്ടും ഞാനിത് കീപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. എന്തായിട്ടും ഞാൻ റിട്ടേൺ ഒന്നും അയക്കാൻ പോകുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം കളർ കോമ്പിനേഷൻ ആയാലും എനിക്ക് ഈ പാറ്റേണും ഇഷ്ടമാണ്, ഈ ഒരു മെറ്റീരിയൽ ഈ പാറ്റേണും എനിക്ക് ഇഷ്ടമാണ്. കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും പർച്ചേസ് ചെയ്യുക. ഇതിനൊക്കെ നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇതിനൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല കുർത്ത സെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്തായിട്ടും പർച്ചേസ് ചെയ്യുക. അത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കോണ്ടന്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതർ ദാൻ വ്ളോഗ്സ് ആൻഡ് ഹോൾ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ എന്താ 2000 rupees ചാലഞ്ച്, ഫുൾ ഔട്ട്ഫിറ്റ് ഓൺ 2000 rupees, അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളും ലൈക്ക് ഫസ്റ്റ് ടൈം കുട്ടീനെ ഫസ്റ്റ് ടൈം സ്കൂളിൽ അയക്കുന്ന മദേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ എന്താണെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഇറ്റ്സ് ലൈക്ക് എ മിക്സഡ് ഇമോഷൻ പോലെയാണ്. എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ആദ്യമായിട്ട് സ്കൂളിൽ അയക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല ടെൻഷനും ഉണ്ട്. സ്കൂളിൽ പോയാൽ എന്തായിരിക്കും എന്നുള്ള ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കുട്ടീനെ ലാസ്റ്റ് ഇയർ സ്കൂളിൽ അയച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതായിട്ട് ഡീൽ ചെയ്തത്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസസ്, ആൻഡ് ഓൾസോ കുട്ടി എങ്ങനെയായിരുന്നു, കുട്ടി പെട്ടെന്ന് സ്കൂളായിട്ട് മിങ്കിളായിട്ടുണ്ടോ, അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മദേഴ്സിന് കൂടി കുറച്ചും കൂടെ ഒരു റിലീഫായിരിക്കും അതൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി കസിൻസൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇൻഷാല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ലാഗ് അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങൾ ഫാസ്റ്റ് അടിച്ചിട്ട് കാണാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെ ഇനി ഫാസ്റ്റ് അടിച്ചിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ വിത്ത് അനദർ വീഡിയോ. ബൈ.